ഈ കിടക്കാൻ പോകുന്ന ഈ സമയത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മാറി മാറി നോക്കുമ്പോഴും എന്താ പറയുക, ആ പാവം ദീപക്ക് മരിച്ചുപോയ ആളെ പ്രതികരിക്കുന്ന ആണും പെണ്ണും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ വീഡിയോ കണ്ടു. നല്ല രീതിയിൽ അവൾക്കെതിരെ പ്രതികരിക്കുന്ന വീഡിയോ. അപ്പോൾ ഈ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക, ഈ വീഡിയോ ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ടാവും വന്ന സമയത്ത് ആരെങ്കിലും അയാൾക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വീഡിയോ ചെയ്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് നേരെ എത്ര ആൾക്കാർ സപ്പോർട്ടിങ് വീഡിയോ ചെയ്തു, പ്രത്യേകിച്ച് എത്ര പെൺകുട്ടികൾ ചെയ്തു. ഈ സമയത്തൊക്കെ ഇവർ എവിടെയായിരുന്നു സപ്പോർട്ടിങ് ചെയ്യുക? മരിച്ചു കഴിഞ്ഞിട്ട് സപ്പോർട്ടിങ് കൊടുക്കുന്നതല്ല സപ്പോർട്ടിങ്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കും, നിങ്ങൾക്ക് ആ വീഡിയോ അപ്പം കാണുമ്പോൾ നിങ്ങൾ പ്രതികരിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. അയാൾ ഒരു പക്ഷേ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്ന എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. സപ്പോർട്ടിങ് വീഡിയോ എപ്പോഴും ചെയ്യുമ്പോൾ ഇത് പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടാനായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് 3-4 ലൈക്ക് കൂട്ടി കിട്ടണം, നിങ്ങൾക്ക് 3-4 ഫോളോവേഴ്സ് കൂടി കിട്ടണം. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. രാഹുൽ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, രാഹുൽ വേറെ ലെവലാണ്. ഇറ്റ്സ് മീ രഞ്ജിത്ത്. ഗുഡ് നൈറ്റ്.